ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ എന്നത്തെയും പോലെ ഇന്നും അടിപൊളി കിടുക്കാച്ചൊരു സംഭവമായിട്ടാണ് സുപ്പ് വന്നത്. നമ്മുടെ കാർക്കൂന്തലൊക്കെ ഒന്ന് കളറാക്കാമെന്ന് വിചാരിച്ചു, ഒന്ന് കറുപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഡൈ ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ തുടർച്ചയായിട്ട് ഇട്ടെങ്കിൽ മാത്രമേ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ തുടർച്ചയായിട്ട് തന്നെ നിങ്ങൾ ചെയ്യണം. കള്ളത്തരമാണെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. ഇത് കള്ളത്തരമല്ല, നമുക്കൊക്കെ അനുഭവം ഉള്ളത് കൊണ്ടാണ് തുടർച്ചയായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ സുപ്പു ഇന്ന് നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഡൈയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എളുപ്പത്തിന് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഇന്ന് നമ്മൾ ചെയ്തിട്ട് നമുക്ക് നാളെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്ത് വെക്കുന്നത് നമുക്കിന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നാളെ നമുക്ക് ഞാൻ എന്തായാലും മുടിയിലിടുമ്പം ഞാൻ കാണിക്കാം ഇത് സംഭവം എങ്ങനെയൊക്കെയായി വരുമെന്ന് കേട്ടോ. നാളെ നമ്മൾ ഇടുന്നത് കാണിച്ചു തരാം. ഇന്ന് നമുക്ക് ഇത് ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ ഉണ്ടാക്കുന്നതിനും ഇടുന്നതിനും ഒക്കെ രണ്ട് സമയങ്ങളുണ്ടല്ലോ കേട്ടോ. അപ്പോൾ ഇന്നിപ്പം ഞാൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊരു വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് മുടിയിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഒരു രാത്രി എന്തായാലും നമ്മൾ വെച്ചിട്ട് തന്നെ നമ്മൾ മുടിയിൽ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. നമുക്ക് എന്തായാലും ഒരു ഇരുമ്പിൻ്റെ ചട്ടി വേണം. അത് ചീനച്ചട്ടിയോ ഇതുമാതിരിയുള്ള ചട്ടിയോ ഏതായാലും മതി. ഞാൻ ഡൈ ഒക്കെ ഉണ്ടാക്കുന്നത് ഇതിനകത്താണ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഇരുമ്പ് ചീനച്ചട്ടി വേണം. പിന്നെ നമുക്ക് വേണ്ടത് മൈലാഞ്ചി പൊടിയാണ് വേണ്ടത് കേട്ടോ. മൈലാഞ്ചി പൊടിയാണ്. പിന്നെ നമുക്ക് ഹെന്ന പൗഡറാണ് വേണ്ടത് കേട്ടോ. ഹെന്ന പൗഡർ. പിന്നെ നമുക്കൊരു ഞാൻ ഒരു വലിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് എടുത്ത് നന്നായിട്ട് നമ്മൾ അരച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് നന്നായിട്ട് അരച്ച് അത് പിഴിഞ്ഞ് നമ്മൾ ആ ജ്യൂസ് നന്നായിട്ട് തിളപ്പിച്ച് ഒരു പരുവത്തിന് നമ്മൾ അത് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ വലിയൊരു ബീട്രൂട്ടായിരുന്നു ഞാൻ എടുത്തത്. എടുക്കുമ്പോൾ നല്ല കളറായിട്ടുള്ള ബീട്രൂട്ട് എടുക്കാനും നോക്കണം. വാടിയതൊന്നും എടുക്കരുത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് എടുക്കാൻ നോക്കണം. അപ്പോൾ നല്ല കളറ് കിട്ടും കേട്ടോ നമുക്ക്. അത് ഞാൻ തിളപ്പിച്ച് ഒരു വിധം വറ്റിച്ച്, ഒത്തിരി അങ്ങ് വറ്റിക്കേണ്ട, നമുക്കിത് മിക്സ് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ തിളപ്പിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ മാത്രം മതി കേട്ടോ നമ്മുടെ ഈ ഡൈ തയ്യാറാക്കുന്നതിന്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മൈലാഞ്ചിപ്പൊടിയും ഹെന്ന പൗഡറും ഒക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് തുടങ്ങാം. ഞാൻ ചെയ്ത് വെക്കുന്ന വിധം ഞാനൊന്ന് കാണിച്ചു തരാം. പിറ്റേന്ന് നമ്മൾ ഇത് തേച്ച് കൊടുക്കുന്നത്. തേച്ചിട്ട് നമുക്കൊരു 3 മണിക്കൂർ, കുറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും നമുക്ക് നിൽക്കാം. സമയമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂറേ നിൽക്കാൻ പറ്റത്തുള്ളൂ, കുഴപ്പമില്ല. 1 മണിക്കൂർ നിന്നു, ഒരു 3 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് നിൽക്കാം കേട്ടോ. ഞാനങ്ങനെ നിൽക്കുമ്പോൾ എന്തായാലും തേച്ച് അങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ. അപ്പോഴേ നമുക്ക് അതൊക്കെ ഇതിൻ്റെ അളവ് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് അതിനു വേണ്ടി ഇപ്പോൾ മുടിയിലങ്ങ് നരയൊന്നുമില്ല. അത്യാവശ്യം നമ്മൾ ഒരു സ്പൂണ് ഹെന്ന പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മൈലാഞ്ചിപ്പൊടി അതേ അളവിന് തന്നെ നമുക്ക് എടുക്കാം. പറന്നു പോകും കേട്ടോ മൈലാഞ്ചി. ഞാൻ പച്ച മൈലാഞ്ചി ഇവിടെ പറിച്ചുകൊണ്ട് വെച്ചേക്കുന്നു. അതും എനിക്കൊന്ന് ഒരു ഡൈ ഇട്ട് നോക്കണം. അപ്പോൾ ഇത് നമ്മൾ മൈലാഞ്ചി പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ നമുക്ക് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് വേണമെങ്കിൽ ഇത് തിളപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗ്രാമ്പുമൊക്കെ ഇട്ട് കൊടുക്കാം. നീർവീഴ്ച അങ്ങനെയൊക്കെ ചിലർക്കൊക്കെ അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഗ്രാമ്പുമൊക്കെ ഇട്ട് ഇതിനകത്ത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കാം കേട്ടോ. ഞാനിപ്പം ഗ്രാമ്പൊന്നും എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അതൊക്കെ മാറി, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ ഇത് ജ്യൂസ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഇതങ്ങ് വയ്ക്കുക. ഇന്ന് രാത്രി ഫുള്ള് ചട്ടിക്കകത്ത് തന്നെ നമ്മുടെ ഈ മിക്സ് ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് രാവിലെ നമുക്ക് എടുത്ത് തരട്ടാം. അത് ഞാൻ കാണിക്കാം നാളെ. പിന്നെ ഞാൻ പൗഡർ വെച്ചും ചെയ്തിട്ടുണ്ട് കേട്ടോ. ബീട്രൂട്ടിൻ്റെ പൗഡർ വെച്ചും നമ്മൾ ഇവിടെ നമ്മൾ ഡൈ ഉണ്ടാക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ
മാറിയും തിരിഞ്ഞും എല്ലാം നമ്മൾ ചെയ്ത് കൊണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മുടിക്ക് നല്ല വ്യത്യാസം കിട്ടത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതൊന്ന് പുരട്ടി ഒരു മാസം കഴിഞ്ഞു എൻ്റെ മുടി അന്നേരം കളറായില്ലേ കറുപ്പായില്ലേ എന്ന് പറഞ്ഞാൽ യാതൊരു രക്ഷയില്ല. നമ്മളിത് തുടർച്ചയായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഇത് കളറങ്ങ് മാറും കേട്ടോ. ഇതിൻ്റെ കളറ് നാളെ ആകുമ്പോഴത്തേന് മാറും. നമ്മുടെ ഇതേപോലുള്ള അതാ പറയുന്നത് നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടിക്കകത്ത് തന്നെ നമ്മളിത് ചെയ്ത് വയ്ക്കണം. ആ ഇരുമ്പൊക്കെ കൂടി ചേരുമ്പോൾ നല്ലൊരു അടിപൊളി ഡൈ നമുക്ക് കിട്ടും. പിന്നെ ഇത് തേക്കുമ്പോഴേ നമ്മുടെ മുടിയിൽ വെളിച്ചെണ്ണയൊന്നും പാടില്ല കേട്ടോ. നമ്മൾ ഇന്നേ ഷാമ്പൂ ഒക്കെ ഇട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഇത് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ പിറ്റേന്ന് നാളെയാണ് ഞാനിത് ഇടുന്നത് എങ്കിൽ നമുക്ക് മറ്റന്നാളിൽ നമുക്ക് നമ്മുടെ നീലയമരി പൗഡർ നമ്മുടെ പനിക്കൂർക്കയിലുണ്ടല്ലോ, പനിക്കൂർക്കയില ഇട്ട് തിളപ്പിച്ച വെള്ളത്തിനകത്ത് നമ്മുടെ ഈ നീലയമരി പൗഡർ ഇട്ട് മിക്സ് ചെയ്ത് അതും കൂടെ പുരട്ടി കൊടുക്കണം. അപ്പോഴും നല്ല കളറ് നമുക്ക് കിട്ടും കേട്ടോ. മുടിക്ക് നല്ല കറുത്ത കളറും കൂടെ കിട്ടും. ഇത് ചെയ്യുന്നതിന് പിറ്റേ ദിവസം കേട്ടോ, ഇതിപ്പോൾ ഞാൻ നാളെയല്ലേ ചെയ്യുന്നത്, പിറ്റേ ദിവസം അതും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ നന്നായിട്ട് അടുപ്പിച്ച് ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളറ് കിട്ടത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ സംഭവം. എളുപ്പമല്ലേ. ഞാൻ അതൊന്ന് ബീട്രൂട്ടും അരച്ചതും തിളപ്പിച്ചതും ഒന്നും കാണിച്ചില്ല, അതൊക്കെ ഒത്തിരി സമയമാക്കല്ലേ. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യം കഴിയുകയും ചെയ്യാൻ നിങ്ങളെ ഒന്ന് കാണിക്കാനും പറ്റും. ഇത് നമ്മൾ മിക്സ് ചെയ്ത് ഇത്രയും ഒരു ഇതിൽ ലൂസിലാണ് ഞാനിവിടെ നമ്മൾ മിക്സ് ചെയ്ത് വയ്ക്കുന്നത് കേട്ടോ. നാളെ ആകുമ്പോൾ ഇത്തിരിയും കൂടെ ഇതങ്ങ് നല്ല ഇത്തിരിയും കൂടെ ഒരു ടൈറ്റ് പോലെ ആവും. ഇങ്ങനെയാണ് കേട്ടോ സംഭവം. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. സുപ്പ് കാണിച്ച് തരുന്നതൊക്കെ എല്ലാവർക്കും നല്ല പ്രയോജനപ്പെടുന്ന ടിപ്പുകളാണ്. വേഗത്തിന് ചെയ്യാൻ പറ്റിയ ടിപ്പുകളുമാണ്. എന്തായാലും എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണല്ലോ ഞാനിങ്ങനെ നിങ്ങൾക്കും കൂടെ പറഞ്ഞിരുന്നേ. എൻ്റെ ഇവിടെ എല്ലാം നമുക്കറിയാം, ഇവിടെ എല്ലാം ഫ്രണ്ടെല്ലാം നല്ല നമ്മളിവിടെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് അമർത്തി കൊടുക്കണമേ. നമ്മുടെ ഈ നെറ്റിയുടെ ഈ സൈഡിലൊക്കെ ചെറിയ നരകളുണ്ട്, അതിനകത്തൊക്കെ പിടിക്കണമെങ്കിൽ നമ്മൾ ഞാൻ വിരൽ വെച്ച് തന്നെയാണ് കേട്ടോ ഇതിനകത്ത് തേച്ചിട്ട് നന്നായിട്ട് നമ്മളിങ്ങനെ തന്നെ തേച്ച് കൊടുക്കണം. ബ്രഷാണെങ്കിൽ തന്നെ നന്നായിട്ട് അമർത്തി കൊടുക്കണം, എങ്കിലേ നമ്മുടെ ചെറിയ മുടിക്കകത്ത് പിടിക്കത്തുള്ളൂ കേട്ടോ. എനിക്കങ്ങനെ ഒത്തിരി അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അബദ്ധങ്ങൾ പറ്റുമ്പോഴാണല്ലോ മറ്റുള്ളവർക്കും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോഴെന്തായാലും നമ്മുടെ ഡൈ ഇതേ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മളങ്ങ് അടച്ചു വെച്ചിരുന്നാൽ മതി. എന്നിട്ട് നാളെ രാവിലെ നമുക്ക് ഇത് പുരട്ടി കാണിക്കാം കേട്ടോ. ഞാൻ നാളെ നമുക്ക് ഇത് പുരട്ടുന്നത് കാണിക്കാം. പുരട്ടി ഞാൻ എന്തായാലും നിൽക്കുമ്പോൾ ഒരു 3 മണിക്കൂർ നിൽക്കും. എന്തായാലും നമ്മൾ കഷ്ടപ്പെടുന്നു, അപ്പോഴതിന് റിസൾട്ട് വേണമല്ലോ. ഒരു 3 മണിക്കൂറെ നമ്മൾ ഞാൻ നിൽക്കും. നിങ്ങൾക്ക് അഥവാ പറ്റത്തില്ലെങ്കിൽ 1 മണിക്കൂർ നിന്നാൽ മതി. ഞാൻ തല്ലിക്കൊല്ലത്തൊന്നുമില്ല കേട്ടോ. നിങ്ങളും ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഡൈ ഒക്കെ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ തലയ്ക്കും നമ്മുടെ മുടിക്കും നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ് കേട്ടോ. ഇപ്പോഴേ എന്തായാലും നമ്മളൊന്നും ഇത്ര ചെറുപ്രായമാണ്, 19 വയസ്സായി, ചെറുപ്രായമാണ് നമ്മൾ തന്നെ സ്വയം അങ്ങ് പറയും. പ്രായം ഞാൻ കൂട്ടി പറയത്തതേ ഇല്ല കേട്ടോ, എനിക്കത് വിഷമമാണ്. ഇത്ര ചെറുപ്രായത്തിലെ നമ്മൾ കെമിക്കൽ ഡൈ ഒന്നും പുരട്ടണ്ട കേട്ടോ. ഇപ്പോഴേ നമുക്ക് സമയം ഇത്തിരിയും കൂടെ ഒക്കെ കഴിഞ്ഞ് നമുക്ക് കെമിക്കൽ ഡൈ ഒക്കെ പുരട്ടിയാൽ മതി. ഇപ്പം നമുക്ക് നരയൊക്കെ വന്ന് തുടങ്ങിയതേ അല്ലേ ഉള്ളൂ കേട്ടോ. അപ്പോഴിതൊക്കെ നമുക്ക് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഇതേപോലെ ഒരു കവർ ഹെന്ന പൗഡറും നീലയമരിയും മൈലാഞ്ചിപ്പൊടിയും ഒക്കെ വാങ്ങിച്ച് വെക്കുവാണെങ്കിൽ ഇതേപോലെ ബീട്രൂട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുമല്ലോ. നമ്മുടെ തൊടിയിലൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഈ നമ്മുടെ മുടി കറുപ്പിക്കാനുള്ള ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട്. അതൊക്കെ എടുത്ത് ഈ സംഭവങ്ങളൊക്കെ നമ്മളൊന്ന് വാങ്ങിച്ച് വെച്ചാൽ മതി. പെട്ടെന്ന് നമുക്ക് ഇതിപ്പോൾ ഒരു രാത്രി വെച്ചേക്കണം. ഓരോ ഡൈകളും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ മുടിയിലിടാൻ പറ്റിയ ഒരുപാട് ഡൈകളുണ്ട്, നാച്ചുറലായിട്ടുള്ള ഡൈകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മളൊന്ന് വാങ്ങിച്ച് വെച്ചിരുന്നാൽ മതി. പിന്നെ നല്ല കമ്പനിയുടെ ഈ സംഭവങ്ങളൊക്കെ വാങ്ങിക്കണം കേട്ടോ. നീലയമരി പൗഡർ ആണെങ്കിലും നമ്മുടെ മൈലാഞ്ചി പൊടിയാണെങ്കിലും നല്ല കമ്പനിയുടെയൊക്കെ വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കാൻ നോക്കണം. അതിൻ്റേതായ
റിസൾട്ട് നമുക്ക് കിട്ടും. അത് ഡേറ്റൊക്കെ ഇതൊക്കെ നമ്മൾ എക്സ്പയറി ഡേറ്റൊക്കെ നോക്കി നമ്മൾ വാങ്ങിക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ചാടിപ്പോയി ഏതെങ്കിലും കിട്ടുന്നത് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഡേറ്റ് നോക്കുമ്പോൾ പഴകിയതൊക്കെ ആയിരിക്കും. അതൊന്നും ഇട്ട് ചെയ്താൽ നമ്മുടെ മുടിക്ക് നല്ല റിസൾട്ട് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ പണ്ടത്തേൻ്റെ പിന്നത്തെ ഇതാവും. ഇതൊക്കെ നമ്മൾ നോക്കി തന്നെ എടുക്കണം. നല്ല കമ്പനിയുടെ തന്നെ നമുക്ക് നമ്മൾ നോക്കിയെടുക്കണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഓൺലൈൻ വഴി ഒരുപാട് നല്ല നല്ല കമ്പനിയുടെയൊക്കെ നമുക്ക് നോക്കിയെടുക്കാവുള്ളൂ കേട്ടോ. ഇതവിടെ ഇരിക്കട്ടെ. അടച്ചങ്ങ് വയ്ക്കണം കേട്ടോ. അടച്ച് വെക്കണം. നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു നാച്ചുറൽ ഡൈ ആണ്. എളുപ്പത്തിന് നമുക്ക് വേഗത്തിന് ചെയ്യാൻ പറ്റിയതുമാണ് കേട്ടോ. നിങ്ങളും ചെയ്ത് നോക്കണം. ഇതുപോലുള്ള നല്ല നല്ല ടിപ്പുകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെയും കാണാം. ഇതിപ്പോൾ നാളെ ഞാൻ പുരട്ടുന്നത് കാണിക്കാം കേട്ടോ. നിങ്ങളും ചെയ്ത് നോക്കണം. ഞാൻ വീണ്ടും പറയുന്നത് നല്ല റിസൾട്ട് കിട്ടുന്നതായതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളും ചെയ്ത് നോക്കണം. ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്പുകളും നല്ല ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം. ഇന്ന് വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുന്നത് മാത്രമേ കാണിച്ചുള്ളൂ കേട്ടോ. നാളെ ആവേണ്ടേ ഇനി നമുക്ക് ഇന്ന് രാത്രി വെളുത്ത് നാളെ രാവിലെ ആവണ്ടേ. അതുവരെ സുപ്പൂന് ക്ഷമിക്കത്തില്ലേ. ഇത് ഒന്ന് നല്ല സെറ്റായിട്ട് വരട്ടെ. കാണിച്ചു തരാം. നല്ല വിശേഷങ്ങളും ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാ കൂട്ടുകാർക്കും